അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. വലിയ വലിയ കടങ്ങളിൽ കുടുങ്ങി പ്രയാസപ്പെടുന്നവർ. അവർക്ക് വേണ്ടി പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ചെയ്യാൻ പറ്റുന്ന, അവരുടെ കടങ്ങൾ വീടാൻ വേണ്ടി ചൊല്ലാൻ പറ്റുന്ന ദിക്റിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഭർത്താക്കന്മാർക്ക് എല്ലാ കാര്യങ്ങൾക്കും സമാധാനം നൽകൽ ഒരു ഭാര്യയുടെ കടമയാണ് എന്ന് നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട ഭർത്താവിന് അസുഖം വരുമ്പോഴും, പ്രിയപ്പെട്ട ഭർത്താവിന് സന്തോഷം വരുമ്പോഴും, പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കടങ്ങൾ വരുന്ന സമയത്തുമൊക്കെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് പ്രിയപ്പെട്ട ഭാര്യമാർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് വേണ്ടി ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയും. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഒരു മാഷാ അല്ലാ, അൽഹംദുലില്ലാ എന്നൊക്കെ കമൻ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ, ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അവരും ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിഫലം, ചൊല്ലുന്നതിൻ്റെ ഒരു പ്രതിഫലം ഒട്ടും കുറയാതെ നിങ്ങൾക്കും ലഭിക്കും എന്ന് മനസ്സിലാക്കുക. ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന് പറയാം. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് നാം ഈ പറയപ്പെടുന്ന ദിക്റുകൾ ചൊല്ലേണ്ടത്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തത് മുതൽ ഇശാ ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് എന്ന് കരുതരുത്. നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ച് ഇശാ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയം, അപ്പോൾ നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ആ സമയത്ത് നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി മാറ്റിവെക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. യാ ലത്തീഫ് യാ അല്ലാഹ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ദിക്റാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മാണ്. സ്ക്രീനിൽ കാണുന്ന ആ ഇസ്മിനെ യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് ഇങ്ങനെ 6666 തവണ ചൊല്ലണം. എണ്ണം കേൾക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലിത്തീർക്കാൻ കഴിയും. അത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ യാ മുഅ്നി യാ അല്ലാഹ്, യാ മുഅ്നി യാ അല്ലാഹ് എന്ന് 313 തവണ ചൊല്ലുക. ഇതും ചൊല്ലിക്കഴിഞ്ഞ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് 101 തവണ ചൊല്ലുക. ചെറിയ സ്വലാത്താണെങ്കിൽ 101 തവണ ചൊല്ലുക. വലിയ സ്വലാത്താണെങ്കിൽ ഒരു 11 തവണ, അതല്ലെങ്കിൽ 33 തവണയൊക്കെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായി നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയൊക്കെ മനസാന്നിധ്യത്തോടെ, ഹൃദയശുദ്ധിയോടെ ദുആ ചെയ്യുക. എൻ്റെ ഭർത്താവിൻ്റെ കടങ്ങൾ വീട്ടിത്തരണം, ഭർത്താവിൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരണം തുടങ്ങി നിങ്ങളുടെ ആഗ്രഹങ്ങളും പറഞ്ഞ് ആത്മാർത്ഥമായി, മക്കളുടെ വിഷയങ്ങൾ പറഞ്ഞ് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു തആല ഉത്തരം നൽകും ഇൻഷാ അല്ലാഹ്. ഈ കാര്യം നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ ചെയ്തു നോക്കുക, ഫലം ലഭിക്കും. മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിയാണ്. ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, അല്ലാഹു തആല നമ്മുടെ എല്ലാ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.